മരണമില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും വഴിയുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങൾ വഹിക്കുന്നവരും ശരീരങ്ങളെന്ന് പുറപ്പെട്ടു പോകുന്നവരുമായ സകലരുടെയും ദേഹികളമാർന്നാകളം തന്റെ കയ്യിലിരിക്കുന്നവനായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവരെ അവരുടെ സഹായത്തിനും രക്ഷയ്ക്കുമായി മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സുകൾ അവിടെയുള്ള യാത്രയിലും എല്ലാവരുമായിരിക്കുന്നവയെ നീ നൽകുന്നു. പ്രകാശത്തിന്റെ ഭാഗങ്ങൾ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയും സ്വർഗീയശ്വാസ സ്ഥലങ്ങളും ഇവിടെ നീ ആസ്വദിക്കണമേ. നവ്യാന്യമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി ആകാശമേഘങ്ങളും എഴുന്നള്ളി വരികയും എന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിന്റെ നാല് കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ പാപങ്ങളാലും തിന്മകളാലും മരണപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിന് നിന്റെ വരവിന്റെ അവസാന നാളിൽ എന്റെ മുഖംകാലിയുള്ള മുഖപ്രസന്നതയ്ക്കും യോഗ്യരാക്കണമേ. എന്നാൽ ദൈവമേ, നീ സകലനോട് കരുണ ചെയ്യുന്നവനും മനുഷ്യനെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. പാപികളെ
ഏറ്റുപറച്ചിലിൻ്റെ, പ്രാർത്ഥനയുടെ, വിലാപത്തിൻ്റെ, ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിൻ്റെ കാലയളവാണ്. നമ്മളെ തന്നെ പരിശോധിക്കുവാനും നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് വീക്ഷിക്കുവാനും ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് പുതുക്കം പ്രാപിക്കുവാനും ഇടയാകണം. മരണത്തിന് വേണ്ടി നാം തയ്യാറാകണം. എപ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് നാം വേർപെടുമെന്നുള്ളതിന് നിശ്ചയമില്ല. ഏത് സമയത്തായിരുന്നാലും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുവാൻ, നിത്യതയിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകേണ്ടതിന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കണം. നമ്മുടെ കുറവുകളെ ഏറ്റുപറയുന്ന സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നവനായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനിടയാകണം. നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്നുള്ള ദൈവസന്നിധിയിൽ ഉറപ്പ് പ്രാപിക്കുവാൻ ഇടയാകും. അതിനാണ് കുമ്പസാരം ക്രമീകരിച്ചിരിക്കുന്നത്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതോടുകൂടി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആയിത്തീരുകയാണ്. അതോടൊപ്പം തന്നെ വിലാപത്തിന്റെ കാലഘട്ടവുമാണ്. മരിച്ചതിന് ശേഷമുള്ള ആ ആളിന് വേണ്ടിയിട്ട് വിലാപം കഴിക്കുന്നതല്ല, നമുക്ക് വേണ്ടി വിലപിച്ച് കരയുന്ന ദിവസങ്ങളാണ്. നിനിവേ നോയമ്പില് നമുക്ക് കാണുവാൻ നിനിവേ ദേശക്കാർ ഉപവാസം നോയമ്പ് പ്രഖ്യാപിച്ചു. അവര് നോയമ്പ് യഥാർത്ഥ വിധി നോക്കി. ആ നോയമ്പിന്റെ ഫലമുണ്ടായി. അവർക്ക് വരുവാനുണ്ടായിരുന്ന ശിക്ഷകളിൽ നിന്ന് ദൈവം അവർക്ക് ഇളവ് ചെയ്തു കൊടുത്തു. അപ്പൊ നോയമ്പ് നോക്കുന്നത് അനുഗ്രഹമാണ്. നോയമ്പ് എന്ന വാക്കിന് ഉപവാസം എന്നും വ്യാഖ്യാനമുണ്ട്. സുറിയാനിയിൽ നോയമ്പിന് സൗമോ എന്ന് പറയും. നമ്മുടെ ഉപവാസം പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നോയമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന കാലയളവാണിത്. നമ്മുടെ വിലാപത്തിന്റെ ദിവസങ്ങളാണ്. നിനിവേ ദേശക്കാരെ വിലപിച്ച് കരഞ്ഞു, അവരുടെ പാപത്തെ കുറിച്ച് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു. അപ്പോൾ അവരുടെ പാപം നൽകി അവരുടെ മേൽ ഉണ്ടായിരുന്ന ശിക്ഷകളെ കർത്താവ് മാറ്റി. നമ്മള് തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വരുമെങ്കിൽ, നമ്മുടെ പാപം ഏറ്റുപറയുമെങ്കിൽ സകല പാപവും പോയി വിശുദ്ധീകരിക്കുന്നതിനായി ദൈവം നമ്മിൽ സന്തോഷിക്കും.
അതോടൊപ്പം തന്നെ സമർപ്പണത്തിന്റെയും ദിവസമാണ് ഈ ദിവസം. കർത്താവിന്റെ കഷ്ടാനുഭവത്തോടനുബന്ധിച്ച് നോയമ്പ് നോക്കി കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായി തീരുന്ന ദിവസങ്ങളാണ്. ഈ ഭവനത്തില് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ മകളെ സംബന്ധിച്ച് ദൈവത്തിന്റെ മകൾ, നമ്മുടെ സഹോദരി മാതാവ് ആയിരിക്കുന്ന ഈ അമ്മയെ കുറിച്ച് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി, സത്യവിശ്വാസത്തിൽ ജീവിച്ച് വളർന്നു വന്ന ഈ വ്യക്തി അന്ത്യം വരെയും ദൈവത്തിനായി ജീവിക്കുവാനിടയായി. രൂപൻ ദൈവസന്നിധിയിൽ ചെയ്ത തെറ്റിന്റെ ഫലമായി പിന്നീട് അവന് വേണ്ടിയിട്ട് അർപ്പിച്ച ബലി മുഖാന്തരം അവന് പാപപരിഹാരം ലഭിക്കുന്നുവെങ്കിൽ, നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മക്കള് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ നടത്തുന്ന ശുശ്രൂഷയുടെ ദൈവം അംഗീകരിക്കും. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് വിവരിക്കുന്നുണ്ട്. വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കർമ്മം എന്താണ്? അമ്മയ്ക്ക് ഭക്ഷണം അന്വേഷിക്കേണ്ട കാര്യമില്ല, അമ്മയ്ക്ക് വസ്ത്രം അന്വേഷിക്കേണ്ട കാര്യമില്ല, അമ്മയ്ക്ക് ഈ ലോകത്തിൽ പാർപ്പിടം അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇനിയും നമുക്ക് ചെയ്യാവുന്നത് ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ലോകത്തിലെ മനുഷ്യന് ജീവനോടെ ശരീരത്തിലിരിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാറ്റപ്പെട്ടവരെ തിരിച്ചറിയുവാൻ സാധിച്ചു. ദൈവസന്നിധിയിൽ ഉള്ള സമ്മേളനം, യേശുവിനോട് കൂടെ ജീവനുള്ളവരുണ്ട്, മരിച്ചവരുണ്ട്, ഇവരൊക്കെ ഒരു കൂട്ടായ്മ ആചരിക്കുക. പ്രധാനപ്പെട്ട സംഗതി യേശു ക്രിസ്തുവിന് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവത്തോടുകൂടി ഇവരൊക്കെ സമ്മേളിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഈ അമ്മ ദൈവസന്നിധിയിൽ വ്യക്തിയിൽ കാണുവാൻ ഇടയാകണം. ഏറെക്കാലമായി ശേഷം ഈ അവസരത്തിൽ ഓരോരോ കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ബിബ്ലിക്കൽ പ്രകാരം ജീവൻ നൽകാനും അത് സമൃദ്ധിയായി നൽകാനും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉദ്ധരിച്ചാൽ to give life and to give it in abundance. ഇത്രയും കാലം ജീവൻ നൽകി, അത് സമൃദ്ധിയായി നൽകി, അതിനുശേഷം ഇപ്പോൾ കൊച്ചുമയെ ദൈവസന്നിധിയിലേക്ക് എടുത്തിരിക്കുകയാണ്. ജീവിച്ചിരുന്ന കാലം അത്രയും തനിക്ക് ഏൽപ്പിക്കപ്പെട്ടുന്ന തോമാച്ചായന്റെ കർത്താവിന് ഏതെല്ലാം രീതിയിൽ പരിചരണം നൽകാമോ അതെല്ലാം നൽകി, തനിക്ക് ദാനമായി നൽകിയ 4 മക്കളെ പഠിച്ച് വളർത്തി വലുതാക്കി നല്ല നിലകളിൽ എത്തിച്ചതിന് ശേഷം കൊച്ചുമ്മ നമ്മളെ യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തില് ഇതിനു മുമ്പ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. പലതവണ തോമാച്ചായനോടൊപ്പം ഒക്കെ വരികയും സമാശിക്കുകയൊക്കെ ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി എന്നുള്ള ആത്യന്തികമായ അചഞ്ചലമായ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തുടർന്നുള്ള യാത്രയിൽ മുന്നോട്ട് പോകാനായിട്ട് കൊച്ചുമയ്ക്ക് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ നിര്യാണത്തിന് ദുഃഖരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അവർക്കുണ്ടായ നഷ്ടത്തിനും പങ്കുചേരുക. അവരുടെ ദുഃഖങ്ങൾക്കും അവരുടെ നഷ്ടത്തിനുമൊക്കെ അവരോടൊപ്പം കൂടി നിന്നുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുക എന്നുള്ളത് പോലും മനുഷ്യൻ്റെയും കടമയാണ്. ഒരു ദുഃഖത്തിൽ നിന്നും കരകയറുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ദുഃഖവും ഈ കുടുംബത്തെ ഗ്രസിച്ചു. കാരണം നമുക്കറിയാം, എപ്പോഴും നമ്മുടെ കൂടെയും ഏത് സമയത്തും അത് കടന്നു വരാം. അവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും അത് സംഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്കുണ്ടാവുന്ന ദുഃഖം അത് ഒരിക്കലും അത് നമ്മളെ വിട്ടു പോവുകയില്ല. ആ ദുഃഖത്തില്, ആ കുടുംബത്തിലുണ്ടായ നഷ്ടത്തില് ഈ മറ്റ് കുടുംബാംഗങ്ങളോടൊപ്പം ചേരുകയും റാന്നി ഗ്രാമപഞ്ചായത്തിനും
അതുപോലെ തന്നെ തന്നി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി എല്ലാ അനുശോചനവും അർപ്പിക്കുകയാണ്. പ്രിയ മാതാവിന്റെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തില് അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളൊക്കെ ഹൃദയം കലങ്ങുന്നതായ സമയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ യേശു പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുകയും. ഈ ലോകത്തില് ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാലും ഒരു ശാസ്ത്രമത്ര എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ലോകത്തിൽ ജനിച്ചിരിക്കുന്നതായ സകല മനുഷ്യരെ പിന്തുണയിൽ നാളെ ഒരിക്കലും ലോകത്തോട് വിട പറഞ്ഞ് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യഭാഗത്തിലേക്ക് കടന്നു പോകേണ്ടി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് എപ്പോഴാകുന്നുവെന്ന് ആർക്കും അറിയുവാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ബോധമുണ്ട്. കാരണം താൽക്കാലികമാണ് ഈ ജീവിതമെന്ന് ഓരോ ലേഖനമെഴുതിയിരിക്കുമ്പോഴൊക്കെ പറയുന്ന നാം അന്യരും പരദേശികളുമാണ്, നമ്മുടെ സ്വന്തം സ്ഥലം ഇവിടെയല്ല എന്നുള്ളതായ ചിന്ത പലപ്പോഴും